നമസ്കാരം. പ്രധാന വാർത്തകൾ. പുഞ്ച് ഭീകരാക്രമണം. ഭീകരരുടെ രേഖാചിത്രം പുറത്തുവിട്ടു. വിവരങ്ങൾ നൽകുന്നവർക്ക് പാരിതോഷികം. പ്രതികളായ 2 പേരുടെ രേഖാചിത്രമാണ് സൈന്യം പുറത്തുവിട്ടത്. പാകിസ്ഥാൻ തീവ്രവാദികളായ ഇവരെ കണ്ടെത്താൻ സഹായിക്കുന്ന വിവരങ്ങൾ നൽകുന്നവർക്ക് 20 ലക്ഷം രൂപയാണ് പാരിതോഷികം. വ്യോമസേനയുടെ വാഹന വ്യൂഹത്തിന് നേരെയായിരുന്നു കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നത്. ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ ഒരു വ്യോമസേനാ ഉദ്യോഗസ്ഥൻ വീരമൃത്യു വരിച്ചു. ആക്രമണത്തിൽ പരിക്കേറ്റ ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. 3 പേരുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. ബൈക്ക് അപകടത്തിൽ യുവതിക്ക് ദാരുണാന്ത്യം. ദേശീയപാതയിലുണ്ടായ വാഹനാപകടത്തിൽ യുവതി തൽക്ഷണം മരിച്ചു. കോടംതുരുത്ത് അഴിനാക്കൽ വീട് മസ്കറ്റ് ഹോട്ടൽ ഉടമ ലിൻസന്റെ ഭാര്യ 40 വയസ്സുകാരി ലിസയാണ് മരിച്ചത്. ഇന്ന് രാവിലെ കുത്തിയത്തോട് പാട്ടുകുളങ്ങരയിൽ വെച്ച് ഇവർ ഓടിച്ചിരുന്ന 2 വീലർ മറ്റൊരു വാഹനത്തിന് അടിയിലേക്ക് തെന്നി വീണാണ് അപകടം സംഭവിച്ചത്. ചന്തിരൂർ വളവനാട്ട് കുടുംബാംഗമാണ്. ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവിനുമെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ്. മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറുമായുണ്ടായ വാക്കുതർക്കത്തിൽ മേയർക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ്. ഡ്രൈവറുടെ പരാതിയിൽ മേയർക്ക് പുറമെ സച്ചിൻ ദേവ് MLA, മേയറുടെ സഹോദരൻ, സഹോദരന്റെ ഭാര്യ എന്നിവർക്കെതിരെയും കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടു. കന്റോൺമെന്റ് പോലീസിനോടാണ് കേസെടുക്കാൻ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 3 നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, അന്യായമായി തടങ്കൽ വയ്ക്കൽ, അസഭ്യം പറയൽ എന്നീ പരാതികളാണ് ഹർജിയിൽ ആരോപിച്ചിരിക്കുന്നത്. പരാതി കോടതി പോലീസിന് കൈമാറി. കടലിൽ കുളിക്കാനിറങ്ങിയ 5 MBBS വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. കന്യാകുമാരിയിൽ കടലിൽ കുളിക്കാനിറങ്ങിയ 5 MBBS വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. 2 പെൺകുട്ടികൾ ഉൾപ്പെടെയാണ് മരിച്ചത്. വിവാഹത്തിനെത്തിയതായിരുന്നു ഇവർ. തഞ്ചാവൂർ സ്വദേശി ചാരുകവി, നെയ്വേലി സ്വദേശി ഗായത്രി, കന്യാകുമാരി സ്വദേശി സർവദശിത്, ദിണ്ടിഗൽ സ്വദേശി പ്രവീൺ സാം, ആന്ധ്രാപ്രദേശ് സ്വദേശി വെങ്കടേഷ് എന്നിവരാണ് മരിച്ചത്. കരൂർ സ്വദേശിനി നേഷി, തേനി സ്വദേശിനി പ്രീതി പ്രിയങ്ക, മധുര സ്വദേശി ശരണ്യ എന്നിവരെ രക്ഷപ്പെടുത്തി. ഇവർ ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗണപതിപുരം ബീച്ചിൽ നീന്താനെത്തിയപ്പോഴാണ് അപകടമുണ്ടായത്. കടൽക്ഷോഭ മുന്നറിയിപ്പിനെ തുടർന്ന് ബീച്ചിൽ പ്രവേശനം വിലക്കിയിരുന്നു. തെങ്ങിൻതോപ്പിലൂടെയാണ് സംഘം ബീച്ചിലെത്തിയത്. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണെന്ന് കന്യാകുമാരി ജില്ലാ പോലീസ് സൂപ്രണ്ട് E. സുന്ദരവദനം പറഞ്ഞു. തിരുച്ചിറപ്പള്ളിയിലെ SRM മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളാണിവർ. ഞായറാഴ്ച കന്യാകുമാരിയിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് കോളേജിൽ നിന്ന് വിദ്യാർത്ഥികളുടെ സംഘം എത്തിയത്. സംവിധായകൻ ഹരികുമാർ അന്തരിച്ചു. ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ ഹരികുമാർ അന്തരിച്ചു. അർബുദം ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് മരണം. സുഹൃതമടക്കം 18 ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. നടനെന്ന നിലയിലും ശ്രദ്ധേയനാണ്. 1981 പുറത്തിറങ്ങിയ ആമ്പൽപ്പൂവായിരുന്നു ഹരികുമാറിന്റെ ആദ്യ സിനിമ. സുകുമാരി, ജഗതി ശ്രീകുമാർ എന്നിവരായിരുന്നു ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. 1994 MD വാസുദേവൻ നായരുടെ തിരക്കഥയിൽ സംവിധാനം ചെയ്ത സുഹൃതം പ്രേക്ഷകരുടെയും നിരൂപകരുടെയും പ്രശംസ നേടിയ ചിത്രമാണ്. മമ്മൂട്ടി, ഗൗതമി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സുഹൃതം ഏറ്റവും നല്ല മലയാള സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടുകയും ചെയ്തു. ജാലകം, ഊഴം, അയനം, ഉദ്യാനപാലകൻ തുടങ്ങിയവയും ശ്രദ്ധേയമായ ചിത്രങ്ങളാണ്. M. മുകുന്ദന്റെ തിരക്കഥയിൽ സുരാജ് വെഞ്ഞാറമൂട്, ആനഗസ്റ്റിൻ എന്നിവരെ പ്രധാന വേഷങ്ങളിൽ അവതരിപ്പിച്ച ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യയാണ് അവസാന സംവിധാനം ചെയ്ത ചിത്രം. 2005, 2008 വർഷങ്ങളിൽ ദേശീയ പുരസ്കാര ജൂറിയിൽ അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. മയക്കുമരുന്ന് കേസിൽ കസ്റ്റഡിയിലിരിക്കെ ആത്മഹത്യ. ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മയക്കുമരുന്ന് കേസിൽ മംഗളൂരു ജയിലിൽ തടവിലായിരുന്ന കാസർഗോഡ് സ്വദേശിയായ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാസർഗോഡ് ബന്ദിയോട് മള്ളങ്കൈ സ്വദേശി മുഹമ്മദ് നൌഫലാണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. ആശുപത്രിയിലെ പ്രത്യേക സെല്ലിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ മാസം 25-നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. യുവാവ് ആത്മഹത്യ ചെയ്തെന്നാണ് പോലീസ് പറയുന്നത്. കർണാടക കൊണജെ പോലീസ് ഡിസംബർ 26-നാണ് മയക്കുമരുന്ന് കേസിൽ നൌഫലിനെ അറസ്റ്റ് ചെയ്തത്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം. മുൻ RTOയ്ക്ക് 1 വർഷം തടവും 37 ലക്ഷം രൂപ പിഴയും. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ RTOയ്ക്ക് 1 വർഷം തടവും 37 ലക്ഷം രൂപ പിഴയും വിധിച്ചു. കോഴിക്കോട് വിജിലൻസ് കോടതിയുടേതാണ് വിധി. മുൻ കോഴിക്കോട് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ K. ഹരീന്ദ്രനെയാണ് കോഴിക്കോട് വിജിലൻസ് കോടതി ശിക്ഷിച്ചത്. ഇയാളുടെ പേരിലുള്ള 8.87 ഏക്കർ ഭൂമിയും 2 നില വീടും സർക്കാരിലേക്ക് കണ്ടുകെട്ടാനും കോടതി ഉത്തരവിട്ടു. UAE-യിൽ കാണാതായ മലയാളി യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. UAE-യിലെ അബുദാബിയിൽ മാർച്ച് 31-ന് കാണാതായ മലയാളി യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തൃശൂർ ചാവക്കാട് ഒരുമയന്നൂർ കാളത്തുവീട്ടിൽ സലീം, സഫീനത്ത് ദമ്പതികളുടെ മകൻ ഷെമീലിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 28 വയസ്സായിരുന്നു. മുസഫ സയൻസ് സിറ്റിയിലെ താമസ സ്ഥലത്തിനടുത്ത കെട്ടിടത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മാർച്ച് 31 മുതലാണ് ഷെമീലിനെ കാണാതായത്.
ജോലി കഴിഞ്ഞ് ഇദ്ദേഹം റൂമിൽ തിരിച്ചെത്തിയിരുന്നില്ല. ഇതേ തുടർന്ന് റാസൽ കൈമയിലുള്ള ഷമീലിന്റെ പിതാവ് സലീമിനെ റൂമിലുള്ളവർ വിവരമറിയിച്ചു. തുടർന്ന് പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസ് അന്വേഷണത്തിൽ മൃതദേഹം കഴിഞ്ഞ ദിവസം മുസഫയിലെ ഷമീലിന്റെ താമസ സ്ഥലത്തിന് അടുത്തുനിന്ന് കണ്ടെത്തുകയായിരുന്നു. നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ട്. മൃതദേഹം ബനിയാസ് മോർച്ചറിയിലേക്ക് മാറ്റി. അബുദാബിയിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുകയായിരുന്നു ഷമീൽ. പോലീസാണ് ഷമീൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തെ വിവരമറിയിച്ചത്. അമിത വേഗതയിലെത്തിയ മാരുതി ബൈക്കിൽ ഇടിപ്പിച്ച് തെറിപ്പിച്ച് യാത്രികന് ദാരുണാന്ത്യം. അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ച ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. പേരയം ചിത്തിരയിൽ ജയേഷ്നാഥാണ് മരിച്ചത്. 38 വയസ്സായിരുന്നു. തിരുവനന്തപുരം കോരേണി 18 മൈൽ ജംഗ്ഷന് സമീപമാണ് അപകടം. ഇന്ന് ഉച്ചയ്ക്ക് 2:30യോടെയാണ് സംഭവം. അമിത വേഗതയിൽ വരികയായിരുന്ന മാരുതി കാർ ജയേഷ് സഞ്ചരിച്ചിരുന്ന ബൈക്ക് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അപകടത്തിന് ശേഷവും കാർ നിർത്തിയില്ല. അധികം വൈകാതെ തന്നെ ജയേഷിന്റെ മരണം സംഭവിക്കുകയായിരുന്നു. ഇടയ്ക്കോട് സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരനാണ് ജയേഷ്. റിപ്പോർട്ടിങ്ങിനിടെ മാധ്യമപ്രവർത്തകയെ അതിക്രമിച്ച് കടന്നുകളഞ്ഞയാൾ പിടിയിൽ. റിപ്പോർട്ടിങ്ങിനിടെ മാധ്യമപ്രവർത്തകയെ പരസ്യമായി അതിക്രമിച്ച ശേഷം കടന്നുകളഞ്ഞയാൾ പിടിയിൽ. വർക്കല ഐരൂർ സ്വദേശി സന്തോഷ് കുമാറാണ് പിടിയിലായിരിക്കുന്നത്. ഇയാൾക്കെതിരെ നേരത്തെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പിടിയിലായത്. വഞ്ചിയൂർ പോലീസാണ് പ്രതിയെ പിടികൂടിയത്. വഞ്ചിയൂർ കോടതി പരിസരത്ത് വെച്ചാണ് ജോലി ചെയ്യുന്നതിനിടെ മാധ്യമപ്രവർത്തകയ്ക്ക് നേരെ ഇയാൾ അതിക്രമം നടത്തിയത്. എന്നാൽ മാധ്യമപ്രവർത്തകർ പ്രതികരിക്കുകയും സഹപ്രവർത്തകർ ഇടപെടുകയും ചെയ്തതോടെ സന്തോഷ് കുമാർ കോടതി വളപ്പിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. മെയ് 4-നായിരുന്നു സംഭവം. തുടർന്ന് മാധ്യമപ്രവർത്തകർ പോലീസിൽ പരാതി നൽകിയിരുന്നു. പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് മാധ്യമപ്രവർത്തകരുടെ സംഘടനയായ KUWJ ആവശ്യപ്പെട്ടിരുന്നു.